പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. അവൻ കടന്നു പോകുമ്പോൾ ജന്മനാ അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിന് ആണ്. സ്നേഹമുള്ളവരെ, എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒരു പ്രത്യേക രോഗം വന്നിരിക്കുന്നു? എന്തുകൊണ്ട് ഈ ദുരന്തം എൻ്റെ ഭവനത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ എന്നൊക്കെ ഞാനും നിങ്ങളും പലയാവർത്തി ചിന്തിച്ചിട്ടുള്ളവരാണ്, ഇനിയും ചിന്തിക്കുന്നവരാണ്. ഇത് ഈശോയുടെ കാലത്തും ഉണ്ടായിരുന്നു ഈ ഒരു ചിന്ത. അന്ധനായൊരു വ്യക്തിയെ കണ്ടപ്പോൾ ജനക്കൂട്ടം അവനോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായി ജനിച്ചത്? ആരുടെ പാപം നിമിത്തമാണ്? ഈശോ അതിന് തക്കതായ ഒരു മറുപടി പറയുന്നുണ്ട്. ഒരുവൻ രോഗിയാകുന്നത് അവൻ്റെ പാപം മുഖേനയോ അവൻ്റെ മുൻ തലമുറക്കാരുടെ പാപം മുഖേനയോ അല്ല, പ്രത്യുത ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടി. വചനം ഇപ്രകാരമാണ് പറയുന്നത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടിയിട്ട്. സ്നേഹമുള്ളവരെ, സൺഡേ ശാലോമിൽ വായിച്ച ഒരു സംഭവം ഓർക്കുകയാണ്. തൃശ്ശൂർ രൂപതയിലെ ഫാദർ പോൾ കള്ളിക്കാടൻ എന്ന വ്യക്തിയെക്കുറിച്ച് എഴുതപ്പെട്ടൊരു സംഭവമാണ്. സെമിനാരിയിൽ പഠിക്കുന്ന കാലം ദൈവശാസ്ത്രം 2-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ സഹോദരൻ്റെ ഇടത് കണ്ണിൻ്റെ കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മങ്ങിയ കാഴ്ച പരിപൂർണമായിട്ടും നഷ്ടപ്പെടുകയും ചെയ്തു. ഡോക്ടർമാരെ കാണിച്ചു. അവർ പറഞ്ഞു, ചിലപ്പോൾ കാഴ്ച തിരിച്ചു കിട്ടുമായിരിക്കും, മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഒരു കണ്ണിന് കാഴ്ച ഇല്ലാതിരുന്നിട്ടും ഈ വ്യക്തി പരിഭ്രമമില്ലാതെ പ്രാർത്ഥനയോടുകൂടി തുടർന്ന് പഠിക്കുകയാണ്. പഠിക്കാൻ വലിയ മിടുക്കനുമൊന്നുമല്ലായിരുന്നു. പക്ഷേ ഇതൊരു ദൈവഹിതമാണെന്ന് കണക്കിലാക്കി അദ്ദേഹം പഠിച്ച് ആ വർഷം ദൈവശാസ്ത്രത്തിന് 2-ാം റാങ്കോടുകൂടി പാസ്സാവുകയാണ് ചെയ്യുന്നത്. കാര്യങ്ങൾ തീർന്നില്ല. ഈ ചികിത്സയുമായി പിന്നീട് ഈ സഹോദരൻ മുൻപോട്ട് പോവുകയാണ്. പല ആശുപത്രികളിലും പ്രഗത്ഭരായ ഡോക്ടർമാരെ കണ്ട് ചികിത്സ തുടരുന്നു. തിരുപ്പട്ടത്തിനുള്ള ദിവസമെല്ലാം ഉറപ്പിച്ചു. 2016 ജനുവരി 1-ാം തീയതി പട്ടത്തിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്യുകയാണ്. സ്നേഹമുള്ളവരെ, എന്നാൽ 2015 ഡിസംബർ ഒരു പകുതിയോടുകൂടി 15-ാം തീയതിയോടുകൂടി വലത് കണ്ണിൻ്റെ കാഴ്ചയും ഈ സഹോദരന് നഷ്ടപ്പെടുകയാണ്. അതൊരു വലിയ ആഘാതമായിരുന്നു. ദൈവശാസ്ത്ര പഠനം കഴിഞ്ഞു. ഡീക്കനായ ഇതേ പട്ടത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും ചെയ്തിരിക്കുക. അതുമാത്രമല്ല, പട്ടം കഴിഞ്ഞ് പിറ്റേ ദിവസമാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ പെങ്ങളുടെ കൊച്ചിൻ്റെ മാമോദീസ, പിറ്റേ ദിവസം ചേട്ടൻ്റെ മനസ്സമ്മതം, അതിനുശേഷം കല്യാണം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെല്ലാം വീട്ടുകാർ ക്രമീകരിച്ച് വെച്ചിരിക്കുമ്പോഴാണ് അടുത്ത കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെടുന്നു. വല്ലാത്തൊരു ദുരന്തമായിരുന്നു. ഇദ്ദേഹം തുടർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഇനി മുൻപോട്ട് എങ്ങനെ പോകും? ഉടനെ തന്നെ 1-2 ആശുപത്രികളിലേക്ക് കൊണ്ടുപോയി. അവർ പറഞ്ഞ മറുപടി, ഇത് പെട്ടെന്ന് തിരിച്ചു കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഇങ്ങനെ തന്നെ തുടരുകയാണ് നല്ലത് എന്നുള്ളതാണ്. പട്ടത്തിനുള്ള ദിവസങ്ങൾ ഏകദേശം പിന്നെയും അടുത്തുകൊണ്ട് വരികയാണ്. തിരുപ്പട്ടം കിട്ടിയ അച്ഛന് കുർബാന ചൊല്ലണമെന്നുണ്ടെങ്കിൽ കണ്ണിന് കാഴ്ച വേണ്ടേ? ഇനി പട്ടത്തിൻ്റെ സമയത്ത് തന്നെ വിശ്വാസ പ്രമാണം, മറ്റ് പ്രാർത്ഥനകളൊക്കെ നോക്കി വായിക്കേണ്ടതുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ്. ഈ ബാച്ചിൽ 14 പേരുണ്ട്, ഈ അച്ഛനെ കൂടാതെ. അതിൽ സാധാരണ രീതിയിൽ എല്ലാവരും ഓരോരുത്തരുടെയും തിരുപ്പട്ടത്തിന് പങ്കാളികളാകാനായിട്ട് പോകും. പക്ഷേ ഓരോരുത്തരുടെ പട്ടം കഴിയുമ്പോഴും തിരുപ്പട്ടം കഴിയുമ്പോഴും ഈ സഹോദരൻ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്തുകൊണ്ടെന്നാൽ കാഴ്ചയില്ലാത്തവൻ അവിടെ പോയി എന്ത് കാണാൻ?
ഇവൻ്റെ ദുഃഖം കണ്ടിട്ട് ജ്യേഷ്ഠൻ തൊട്ടടുത്ത ഇടവകയിൽ ഇവൻ്റെ തന്നെ സഹപാഠിയുടെ തിരുപ്പട്ടം നടക്കുമ്പോൾ ഈ ജ്യേഷ്ഠൻ ഇവനെ കൊണ്ടുപോയി പിറകിലിരുത്തി ആ പട്ടത്തിൽ പങ്കാളിയാകാനായിട്ട് ഇവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇവൻ്റെ പട്ടത്തിൻ്റെ ദിവസം ഏകദേശം അടുത്തു വന്നു. പട്ടത്തിൻ്റെ തലേ ദിവസം രൂപതയിൽ നിന്ന് 2 അച്ഛന്മാർ ഇവനെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുവാനും കുർബാന ചൊല്ലാൻ പഠിപ്പിക്കുവാനും ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ്. അന്ധനായ ഈ വ്യക്തിക്ക് അവർ കുർബാന ചൊല്ലിക്കൊടുക്കുന്നു, മനഃപ്പാടമാക്കുവാനായിട്ട് ഇവൻ പരിശ്രമിക്കുന്നു. ഇതിനു മുൻപ് ഇതേ ദിവസങ്ങളിൽ മാമോദിസയ്ക്കായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന പെങ്ങളുടെ കുഞ്ഞു കൊച്ചിനവൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെങ്ങള് കുർബാന പുസ്തകം തക്സ എടുത്തു വായിച്ച് ഇവനെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പട്ടത്തിൻ്റെ ദിവസമായി. തട്ടിൽ പിതാവാണ് പട്ടം കൊടുക്കുന്നത്. പോകുന്ന യാത്രയിൽ ഇവർ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. പിതാവിനോട് ചോദിച്ചു, മോനെ ടെൻഷനുണ്ട് അല്ലേ? പേടിക്കണ്ട, ദൈവം കൂടെയുണ്ട്. പേടിക്കണ്ട, ദൈവം കൂടെയുണ്ട്. പട്ടത്തിന് സ്വീകരണ സ്ഥലത്തേക്ക് ഇവർ നടന്ന് കൊന്ത ചൊല്ലിയാണ് പോകുന്നത്. കൊന്ത ചൊല്ലി ജപമാല ചൊല്ലി പോകുന്നു. അന്ന് ആ ജനക്കൂട്ടത്തിൽ ഈ പിതാവിനും ഈ ചമ്മാച്ചനും വീട്ടുകാർക്കും അല്ലാതെ ആർക്കും അറിയില്ല ഇവന് കാഴ്ചയില്ലാത്തൊരു വ്യക്തിയാണെന്ന്. പട്ടത്തിൻ്റെ തിരുക്രമങ്ങൾ എല്ലാം ആരംഭിക്കുന്നു. ഓർമ്മയിൽ നിന്ന് ഇവൻ പ്രാർത്ഥന ചികഞ്ഞെടുത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവ് തിരുപ്പട്ടം കൊടുക്കുന്നു. പിന്നീട് പുത്തൻ കുർബാനയാണ്. കുർബാനയുടെ സമയത്ത് ഇവൻ സഹകാർമ്മികരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് എല്ലാ പ്രാർത്ഥനകളും കാണാപ്പാടം അറിയില്ല, എല്ലാ പാട്ടും കാണാപ്പാടം അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഉറക്കെ പാടുക, ഉറക്കെ പ്രാർത്ഥിക്കുക, ഞാൻ ചുണ്ടനക്കിക്കൊള്ളാം. പക്ഷേ ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ സ്നേഹമുള്ളവരെ, ഈ വൈദികൻ്റെ വാക്ക് പ്രകാരമാണ്. അന്നത്തെ കുർബാനയിൽ കണ്ണു കാണാത്ത ഈ വ്യക്തിക്ക് ദൈവം എല്ലാ പ്രാർത്ഥനകളും ഓർക്കുവാനുള്ള കഴിവ് കൊടുക്കുകയാണ്. കുർബാനയ്ക്കിടയ്ക്ക് ഇവൻ പറഞ്ഞതനുസരിച്ച് സഹകാർമ്മികർ ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഇവൻ പിന്നീട് അവരോട് പറഞ്ഞു, ശബ്ദം കുറച്ച് പ്രാർത്ഥിക്ക്, എനിക്കെല്ലാം കിട്ടുന്നുണ്ട്. അതൊരു വലിയ അഭിഷേകമായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. പിന്നീട് പറയുക, ഈ വ്യക്തി പറയുക, എൻ്റെ ജീവിതത്തിൽ രോഗം വന്നപ്പോൾ ഞാൻ ഒന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ, ഒരു ദിവസമെങ്കിലും കർത്താവിൻ്റെ പുരോഹിതനായി ബലിയർപ്പിക്കണം. ആ രോഗാവസ്ഥ ദൈവം തന്നതാണെന്ന് കരുതി അങ്ങ് എടുക്കുകയാണ്, ജീവിതത്തിലേക്ക് സംശീകരിക്കുക. ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണ്? ഈ രോഗാവസ്ഥ ഈ വൈദികന് ദൈവം അറിഞ്ഞ് അനുവദിച്ചു കൊടുത്തതാണ്. അതൊരു ദുരന്തമായിട്ട് നമുക്ക് പരിഗണിക്കാമോ? ദൈവത്തിന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ഇവനിൽ വെളിവാക്കണമെന്ന്, ഇവനിലൂടെ ഇന്ന് ഈ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഈ അനുഭവം, ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളൊരു അനുഭവം നൽകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ദൈവം ഈ ഒരു വൈദികനെ അന്ധനായിട്ട് ജീവിക്കുവാനായി അനുവദിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല. തുടർന്ന് ഈ പുത്തൻ കുർബാനയൊക്കെ കഴിഞ്ഞു കൊച്ചച്ഛനായിട്ട് അസ്തേന്തിയായിട്ട് ഒരു പള്ളിയിൽ നിയമനം ലഭിക്കുകയാണ്. അന്ന് ഇടവക്കാർക്ക് അറിഞ്ഞൂടാ അന്ധനായൊരു വൈദികനാണ് വരുന്നതെന്ന്. സ്നേഹമുള്ളവരെ, ആ വൈദികൻ അവിടെ ബലിയർപ്പിച്ചു. ഞാൻ അന്ധനാണെന്നുള്ള വചനം പങ്കുവച്ചപ്പോൾ വലിയ അഭിഷേകമായിരുന്നു പറയണേ. പിന്നീട് ഒരു വലിയ ധ്യാനകേന്ദ്രത്തിൽ പോയി അച്ഛൻ വചനം പങ്കുവച്ചു. കണ്ണുനീരിൻ്റെ അഭിഷേകം. ധാരാളം മക്കൾക്ക് ഒരു അന്ധനായ വൈദികനാണ് കുർബാന അർപ്പിക്കുന്നത്. തിരുപ്പട്ടം സ്വീകരിക്കുന്ന സമയത്തും ഇയാൾ അന്ധനായിരുന്നു എന്നുള്ള ആ ഒരു സംഭവമൊക്കെ കേട്ടപ്പോൾ ധാരാളം വ്യക്തികൾക്ക് അതിനാൽ തന്നെ മാനസാന്തരം വന്ന് അവർ ദൈവനാമത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാനും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെക്കുറിച്ച് നന്ദി അർപ്പിക്കുവാനും വിശുദ്ധരായി ജീവിക്കുവാനും ആരംഭിച്ചു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഒരാളുടെ രോഗം ആ വ്യക്തി സന്തോഷത്തോടു കൂടി സ്വീകരിച്ചപ്പോൾ, ഇത് ദൈവകൃപയാണെന്ന് കരുതി സ്വീകരിച്ചപ്പോൾ, ദൈവം അവനിലൂടെ മറ്റുള്ളവരിലേക്ക് അത്ഭുതത്തിൻ്റെ ഉറവ ഒഴുക്കിവിടുകയാണ്. സ്നേഹമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ രോഗാവസ്ഥ ഒരു സന്തോഷത്തോടുകൂടി ഇന്ന് സ്വീകരിച്ചു നോക്കിക്കേ. അതൊരു ദുരന്തമൊന്നുമല്ല, ഒരു ശാപമൊന്നുമല്ല. സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു നോക്കിക്കേ. പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 47-ാം അധ്യായം 22-ാം തിരുവചനത്തിൽ, കർത്താവ് ഒരിക്കലും തൻ്റെ കാരുണ്യം കൈവെടിയുകയോ തൻ്റെ സൃഷ്ടികൾ നശിക്കുവാൻ ഇടവരുത്തുകയോ ചെയ്യുകയില്ല. വചനം ആവർത്തിക്കുകയാണ്. കർത്താവ് ഒരിക്കലും തൻ്റെ കാരുണ്യം കൈവിടുകയോ തൻ്റെ സൃഷ്ടിയെ നശിക്കുവാനായിട്ട് അനുവദിക്കുകയുമില്ല. അതായത് എന്നെയോ നിന്നെയോ നശിപ്പിക്കണമെന്ന് ദൈവത്തിന് ഒരു ആഗ്രഹവുമില്ല. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ വൈദികൻ വലിയ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നു. ഈ വൈദികന് കാണാതെ തന്നെ 4000 തിരുവചനങ്ങൾ അറിയാമെന്ന് പറയണേ. എന്നിട്ട് ഇയാൾ പറയുക, ഒരുപക്ഷെ ഈ കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും വചനമൊന്നും പഠിക്കില്ലായിരുന്നു. ദൈവം എങ്ങനെയാണ് ഓരോ വ്യക്തികൾ ഉപയോഗിക്കുന്നത് നോക്കിക്കേ. രോഗം ഒരു ശാപമല്ല,
അത് അനുഗ്രഹമായി തീരേണ്ടതാണ് എന്ന് തിരിച്ചറിയുക. ഓർത്തു പോവുക, എൻ്റെ തന്നെ ഒരു അമ്മാവന് ഹൃദയത്തിന് തകരാറ് വരികയാണ്. ശസ്ത്രക്രിയ, ഹൃദയത്തിന് ബ്ലോക്ക് വന്നു. ഡോക്ടർമാർ പറഞ്ഞു ശസ്ത്രക്രിയ ചെയ്യണം, ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യണമെന്ന്. എല്ലാവർക്കും ദുഃഖമായി, എല്ലാവർക്കും കരച്ചിലാണ്, ദുഃഖമാണ്. പക്ഷേ ഈ മനുഷ്യൻ ആലോചിച്ചിട്ടാണോ അല്ലാതെയാണോ, എൻ്റെ അമ്മാവൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുക എപ്രകാരമാണ്: എന്തിനാണ് ഒരു രോഗം വരുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കുന്നത്? ഒരു വല്ലാത്ത ചോദ്യമായിരുന്നു. രോഗം വരുമ്പോൾ ആർക്കാ പരിഭ്രമമില്ലാത്തത്? ചികിത്സിക്കാൻ പൈസ വേണ്ടേ? ഇനി ഇത് മാറുമോ ഇല്ലയോ എന്ന് എന്താ ഉറപ്പ്? ഇദ്ദേഹം പറയുക, ഈ രോഗം വരുന്നതിലൂടെ, കണ്ടുപിടിക്കുന്നതിലൂടെ ആയുസ്സിൻ്റെ ദൈർഘ്യം നീളുകയല്ലേ ചെയ്യുന്നത്. അദ്ദേഹം ഇങ്ങനെ വിവരിച്ചു തുടങ്ങി: എൻ്റെ ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നു, അത് എന്നു മുതലാണ് ഉള്ളത് എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിന് തകരാറുണ്ടായിരുന്നിരിക്കാം. എന്നാൽ ഈ അടുത്ത കാലത്ത് നെഞ്ചുവേദന വന്നതിനാൽ ഒരു മുന്തിയ ചികിത്സയ്ക്ക് പോകാനിടയാവുകയും ഹൃദയത്തിന് തകരാറുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിലൂടെ എൻ്റെ ആയുസ്സിൻ്റെ നീളം കൂട്ടി തന്നിരിക്കുകയാണ് ദൈവം. ഇനി എനിക്ക് ചികിത്സിക്കാനായിട്ട് പറ്റും, ശസ്ത്രക്രിയ ചെയ്യാനായിട്ട് പറ്റും. ഇതിലൂടെ ഇനിയും എൻ്റെ ആയുസ് ദൈവം നീട്ടി തന്നിരിക്കുന്നു. ഒരു വലിയ തുറവിയുടെ ഒരു കാഴ്ചപ്പാടായിരുന്നു എനിക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഇതിലൂടെ ലഭിച്ചത്. ശരിയല്ലേ? നിങ്ങൾക്കിപ്പോൾ ഇന്ന് ഏതെങ്കിലും രോഗം ഉണ്ടെന്ന് കരുതുക. ഉദാഹരണത്തിന് ക്യാൻസർ രോഗമായിരിക്കാം. ശരിയാണ്, ആ രോഗം വന്നതിൽ നിങ്ങൾക്ക് ദുഃഖമുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കാൻ സാധിച്ചതിലൂടെ അതിൻ്റെ മൂർധന്യാവസ്ഥ എത്രമാത്രമുണ്ട് എന്ന് അറിഞ്ഞ് അത് ചികിത്സിക്കാനായിട്ട് ദൈവം ഒരു അനുമതി നിങ്ങൾക്ക് നൽകുകയല്ലേ ചെയ്യുന്നത്? നല്ല നല്ല ഡോക്ടർമാരെ കണ്ടെത്തുവാനായിട്ട് ദൈവം സഹായിക്കുകയല്ലേ ചെയ്യുന്നത്? അതിലൂടെ ദൈവത്തെ വിളിക്കുവാനും ആ രോഗം ശമിക്കേണ്ടതാണെന്നെങ്കിൽ ശമിപ്പിക്കുവാനുമുള്ള കൃപയല്ല ദൈവം തരുന്നത്. ഈ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ശരീരത്തിൽ എന്തെല്ലാം രോഗാണുക്കളാണുള്ളതെന്ന് എനിക്കറിയില്ല. ഇനി ഏതെങ്കിലും മാറാ രോഗത്തിന് ഇപ്പോൾ ഞാൻ അടിമയാണോ എന്നും എനിക്കറിഞ്ഞുകൂടാ, കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും. അപ്പം അതുകൊണ്ട് രോഗാവസ്ഥ അനുഗ്രഹപ്രദമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുക. അതിലൂടെ, ആ രോഗം അംഗീകരിക്കുന്നതിലൂടെ, ആ രോഗത്തെ സ്വീകരിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകുവാനും ദൈവം നല്ലവനാണെന്ന് തിരിച്ചറിയുവാനും കർത്താവിൻ്റെ കുരിശിനോട് ചേർത്ത് വെച്ച് ആ സഹനങ്ങൾ സ്വീകരിക്കുവാനും നമുക്ക് കഴിയുമ്പോൾ ഏത് രോഗാവസ്ഥയും വിശുദ്ധീകരണത്തിന്, സ്വർഗോന്മുഖമായി ജീവിക്കുവാനൊക്കെ നമ്മളെ സഹായിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ അന്ധയാചകനെ കുറിച്ച് ഈശോ പ്രകാരം പറഞ്ഞു വെച്ചത്. അവനിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ. എന്തുമാത്രം വ്യക്തികളാണ് സുവിശേഷത്തിൽ ഈശോ സുഖപ്പെടുത്തുന്നത്? ഈശോ സുഖപ്പെടുത്തുന്ന എന്തുമാത്രം വ്യക്തികളുള്ള തളർവാദ രോഗി, അന്ധയാചകൻ, മുടന്തൻ, എത്രയോ പേരെ സുഖപ്പെടുത്തുന്നു. ഈ രോഗികളില്ല എന്നുണ്ടെങ്കിൽ കർത്താവ് തൻ്റെ പ്രവൃത്തികൾ എങ്ങനെ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തുമായിരുന്നു? അപ്പോൾ ദൈവം അത് അനുവദിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ഒരു 35 വയസ്സുകാരി ഒരു സിസ്റ്റർ, SABS സഭയിലെ സിസ്റ്റർ റിനി, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന ഒരു അസുഖം ബാധിച്ച ഒരു സിസ്റ്ററാണ്. കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളൊരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും ഈ അസുഖത്തെക്കുറിച്ച് കേൾക്കുന്നത്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ തലച്ചോറിൽ നാഡീവ്യൂഹങ്ങളുണ്ട്. ഈ നാഡീവ്യൂഹങ്ങളെ ഒരു പ്രത്യേകമായ കവചം കൊണ്ട് ആവരണം ചെയ്തിട്ടുണ്ട്. ഈ ആവരണം ചെയ്തിരിക്കുന്ന ഈ കവചമാണ് നാഡീവ്യൂഹങ്ങൾക്ക് സംരക്ഷണം നൽകുന്നത്. ഈ സംരക്ഷണ കവചം പൊളിഞ്ഞു പോവുക, നശിക്കുക, അതിന് ഡീമൈലിനേഷൻ എന്ന് പറയും. ഈ സംഭവം ആണ് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന അസുഖം. ഇതിലൂടെ എന്ത് സംഭവിക്കുന്നു? നാഡീവ്യൂഹങ്ങൾ തകരാറിലാകുന്നതോടെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു, അസ്ഥികൾ ദ്രവിച്ചു പോകുന്നു, നട്ടലിനും മറ്റ് അസ്ഥികൾക്കും ക്ഷതം സംഭവിക്കുന്നു. സിസ്റ്റർ ഒരു നേഴ്സാണെന്ന് ഓർക്കണേ. പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ പെട്ടെന്ന് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുകയാണ്. കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പം കണ്ണ് തുറന്നിരിക്കുന്നു, പക്ഷേ കാഴ്ചയില്ല. ഉടനെ അവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്, പെട്ടെന്ന് മനസ്സിലായില്ല, ഈ അസുഖമൊന്നും മനസ്സിലായില്ല. പിന്നീട് തുടർന്ന് വീണ്ടും കുറേ ആശുപത്രിയൊക്കെ കയറി ഇറങ്ങിയപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ഇത് അത്യപൂർവമായ ഒരു അസുഖമാണ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന അസുഖമാണെന്ന്. സിസ്റ്റർ ഒരു വശം തളർന്നു പോയി, കുറേ നാൾ നടക്കാനായിട്ട് സാധിച്ചില്ല, കുറേ നാൾ അനങ്ങാൻ, സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ സാധിച്ചില്ല. ദേഹമാസകലം വേദന. സിസ്റ്റർ പറയുന്നത് പ്രകാരമാണ്, ഒരടി എടുത്തു വയ്ക്കുന്തോറും അസ്ഥികൾ മുഴുവനും ഞെരിഞ്ഞമർന്നു പോകുന്ന വേദനയാണെന്ന്. പക്ഷേ ഈ സിസ്റ്ററിനെ കണ്ടു കഴിഞ്ഞാൽ
ഇത്രയും പുഞ്ചിരിയോടുകൂടി സുസ്മേരവദനയായി ദൈവത്തിൻ്റെ നാമം പ്രഘോഷിക്കുന്ന മറ്റൊരു വ്യക്തിയെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. സിസ്റ്ററിനെ കണ്ടപ്പോൾ ഞാൻ സിസ്റ്ററിനോട് ചോദിച്ചു, സിസ്റ്റർ ഈ വേദന എങ്ങനെ അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നു? സിസ്റ്റർ പറഞ്ഞ പ്രകാരമാണ്, അച്ഛാ എനിക്ക് ഈ ഒരു അസുഖം വന്നപ്പോൾ തീർച്ചയായിട്ടും ഞാൻ കർത്താവിനെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ഒരു നേഴ്സാണ് ഞാൻ, നന്നായിട്ട് എനിക്ക് നേഴ്സ് പഠനം പൂർത്തിയാക്കിയതിന് ശേഷം ഈ അസുഖത്തിലൂടെ ഞാൻ പൂർത്തിയാക്കിക്കൊണ്ടായി അസുഖം വന്നതിന് ശേഷവും, പക്ഷേ പാസ്സായതിനു ശേഷവും എനിക്ക് ഈ ജോലി ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ അസുഖം വന്നതിലൂടെ ഞാൻ ദൈവത്തിൻ്റെ കരം കൂടുതൽ അറിഞ്ഞു തുടങ്ങി. എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, എൻ്റേതായ കാര്യങ്ങൾ പരസഹായം കൂടാതെ ചെയ്യണം. ആ ഒരു കൃപ ദൈവം എനിക്ക് നൽകി. ഇന്ന് ഓരോ അടി വയ്ക്കുമ്പോഴും സിസ്റ്റർ പരിപൂർണമായിട്ട് തളർന്നിട്ടില്ല. തളരുമായിരിക്കാം, തളരുകയില്ലായിരിക്കാം. എല്ലാ 6 മാസത്തിലൊരിക്കലും വലിയൊരു ആശുപത്രിയിൽ പോയി സിസ്റ്റർ ഇഞ്ചക്ഷനും ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വളരെ സന്തോഷത്തോടുകൂടി ആ രോഗാവസ്ഥ സ്വീകരിച്ചു. ഈ രോഗം വന്നതിൽ പിന്നെ 5 പ്രാവശ്യം പരിപൂർണമായിട്ട് ബൈബിൾ വായിച്ചു തീർത്തു. ഒഴിവ് സമയങ്ങളിൽ ജപമാല കെട്ടി പ്രാർത്ഥിക്കും. ഈ ജപമാല കെട്ടുന്നതിലൂടെ കുറേയധികം വ്യക്തികൾക്ക് വേണ്ടി ഈ സഹോദരി പ്രാർത്ഥിക്കുകയാണ്. ധാരാളം മക്കൾ മറ്റുള്ളവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് ഈ സഹോദരിയുടെ അടുത്ത് വരുന്നു. വളരെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ശക്തമായ ഒരു ഉറവിടമായി ഈ സഹോദരി മാറിയിരിക്കുകയാണ്. നോക്കണേ ദൈവം ഒരു വ്യക്തിയെ ഉപയോഗിക്കുന്ന രീതി. എന്നിട്ട് പുള്ളിക്കാരി പറയുക, ഒരുപക്ഷെ ഞാൻ ഒരു നേഴ്സായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത്രയും അധികം ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ എൻ്റെ ഈ സഹനങ്ങൾ കർത്താവിന് സമർപ്പിക്കുവാനോ ജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കുറച്ചുകൂടെ ആഴ്ത്തി ചിന്തിക്കുവാനോ എനിക്ക് സാധിക്കുക ഇല്ലായിരുന്നിരിക്കാം. പുള്ളിക്കാരി കണ്ടുപിടിച്ച ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയുണ്ട്. സിസ്റ്റർ പറയുക, ഞാനൊരു പ്രത്യേക അക്കൗണ്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ലൂക്ക 1:37 ഈ വചനം പറഞ്ഞ് അക്കൗണ്ട് തുറക്കും. അതായത് കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. എന്നിട്ട് ഒഴിവു സമയങ്ങൾ മുഴുവനും ജപമാല ചൊല്ലും. ജപമാല ചൊല്ലി ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കുകയാണ്. ആരെങ്കിലും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ലൂക്ക 1:37 എന്ന് പറയുന്ന വചനം 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലി, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല, ഈ 3 പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലി അക്കൗണ്ടിലുള്ള ജപമാലയിൽ നിന്ന് ഒരു ജപമാല ആരാണോ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ വ്യക്തിക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാതാവിനോട് പറഞ്ഞ് കാഴ്ചവെക്കും. വളരെയധികം വ്യക്തികൾ ഒരു ആത്മീയമായ സാന്ത്വനം, അവരുടെ ദുഃഖങ്ങളിൽ സമാശ്വാസം ഈ സിസ്റ്ററിൻ്റെ ഇങ്ങനെയുള്ള പ്രാർത്ഥന മുഖേന സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഒരിക്കൽ ഈ സഹോദരി ആശുപത്രിയിൽ ഇങ്ങനെ ICUവിൽ കിടക്കുന്ന സമയത്ത് പരിശുദ്ധ അമ്മ ചെറിയൊരു ദർശനം നൽകുകയാണ്. ദർശനം നൽകി പറഞ്ഞു, നിൻ്റെ അക്കൗണ്ടിൽ ഇന്ന് ഒരു 35 ജപമാലകൾ കൂടി ഉണ്ടല്ലോ, അത് ഞാൻ എന്ത് ചെയ്യണം? ചോദ്യത്തിൻ്റെ പൊരുൾ പ്രകാരമാണ്, നിൻ്റെ രോഗം മാറാനായിട്ട് ഞാൻ തമ്പുരാനോട് അപേക്ഷിക്കണമോ? നിശബ്ദയായി കിടന്നേ ഉള്ളൂ. ആ ഒരു സഹനം ഞാൻ ഏറ്റെടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഏറ്റെടുത്തു. എൻ്റെ തന്നെ രോഗം മാറാനായിട്ട് പിന്നീട് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്ന് പറയുന്നത്. സ്നേഹമുള്ളവരെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചിലരെങ്കിലും രോഗികളായിട്ടുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളുടെ ഒരു അപ്രതീക്ഷിതമായ ഒരു ദുരന്തം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കാം. മനസ്സിലാക്കുക, ദൈവം നിങ്ങളെ കൈവിട്ടു എന്നൊന്നും കരുതരുത്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ പറയുന്നുണ്ടല്ലോ, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി പരിണമിക്കും. പ്രത്യാശയോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. കസന്ത് സക്കീസ് തൻ്റെ ബാല്യകാലത്തിൽ ഒരു അനുഭവം ഇപ്രകാരം പങ്കുവയ്ക്കുന്നുണ്ട്. കൊയ്തു മെതിച്ചിട്ട ധാന്യമെല്ലാം ഒരു മഴയത്ത് നശിച്ചു പോവുകയാണ്. ദാരിദ്ര്യം കൊടികുത്തുവാണിരുന്നൊരു കാലഘട്ടത്തിൽ. അപ്പോൾ ഈ ബാലൻ ചെന്ന് അപ്പനോട് പറയുന്നുണ്ട്, അപ്പാ നമ്മളിനി എന്തു ചെയ്യും? ധാന്യം മുഴുവൻ നശിച്ചു പോയില്ലേ, ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും? അപ്പോൾ അപ്പൻ പറയുന്ന ഒരു കാര്യമുണ്ട്, മോനെ, ധാന്യമല്ലേ നശിച്ചു പോയിട്ടുള്ളൂ, നമ്മളെ സൃഷ്ടിച്ച ദൈവവും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? മകനെ, ധാന്യമല്ലേ നശിച്ചു പോയിട്ടുള്ളൂ, നമ്മളെ സൃഷ്ടിച്ച ദൈവവും ഇപ്പോഴും ജീവിച്ചിരിപ്പില്ലേ? അതുകൊണ്ട് നിരാശപ്പെടേണ്ട, പ്രത്യാശയോടുകൂടി പ്രാർത്ഥിക്കുക. ഈ ഒരു പ്രതിസന്ധിയെ നമ്മൾ തരണം ചെയ്യുമെന്ന് ഈ അപ്പൻ മകനോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഏതൊരു പ്രതിസന്ധിയും കർത്താവ് ചിലപ്പോൾ അത് അനുവദിക്കുന്നുണ്ട്. പക്ഷേ ആ അനുവദിക്കുന്ന സമയത്ത് അവിടുന്ന് അതിനെ അതിജീവിക്കാനുള്ള കരുത്തും നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് തിരിച്ചറിയണം. എൻ്റെ തന്നെ കൂടെയുള്ളൊരു സഹോദരൻ പങ്കുവെച്ച ഒരു സംഭവം ഓർക്കുകയാണ്. ആ വൈദികൻ പച്ചക്കറി വാങ്ങിക്കാനായിട്ട് എന്നും കടയിൽ പോകുമായിരുന്നു. കടയിൽ പോയപ്പോൾ ആ കടക്കാരൻ അച്ഛനെ പരിചയപ്പെട്ടു, വീട്ടിലേക്ക് ക്ഷണിക്കുക ഒരു ദിവസം.
വീട്ടിലേക്ക് പലയാവർത്തി ക്ഷണിച്ചിട്ടും അച്ഛൻ പോയില്ല. എന്നാൽ ഒരു നാൾ അച്ഛൻ വീട്ടിലേക്ക് പോയപ്പോൾ വീട്ടുകാരെല്ലാവരും വന്നു. 3 മക്കളാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതിനകത്ത് 2 മക്കളും ജീവിത പങ്കാളിയും അച്ഛൻ വന്ന് സ്തുതി ചൊല്ലി അവർ സംസാരിച്ചുകൊണ്ടിരിക്കെ അച്ഛൻ അവരോട് ചോദിച്ചു, 3 ആളെന്നല്ലേ പറഞ്ഞത് മക്കള്, 3-മത്തെ ആളെവിടെ? അപ്പോൾ ഇയാൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഒരു മുറിയിൽ ഒരു കുഞ്ഞ് അവിടെ കിടപ്പുണ്ട്. 10-15 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. വലിയ തല, ചെറിയ ഉടൽ, ഒരു മനുഷ്യരൂപം. അച്ഛൻ പറയുക, ഇയാളെപ്പോലെ സന്തോഷവാനായി ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. കണ്ണു നിറച്ചിട്ട് അച്ഛൻ ഇയാളോട് ചോദിച്ചു, ചേട്ടായിക്ക് ഇതെങ്ങനെ ഈ സഹനം ഏറ്റെടുക്കാനായിട്ട് സാധിക്കുന്നു? അപ്പോൾ ഈ വ്യക്തി പ്രകാരം പറഞ്ഞു എന്ന് പറയണേ, ഈ ഒരു കുട്ടി അച്ഛാ മാലാഖ കുട്ടിയാണ്. അവൾക്ക് 15 വയസ്സ് കഴിഞ്ഞു. ഇതുവരെ അവൾ പാപം ചെയ്തിട്ടില്ല. എൻ്റെ കുടുംബാംഗങ്ങളും അച്ഛനും നമ്മളൊക്കെ പാപം ചെയ്യുന്നവരല്ലേ. പക്ഷേ ഈ കുട്ടി ഒരു മാലാഖ കുഞ്ഞാണ്. ഇതുവരെ എൻ്റെ തലമുറയിൽ പാപം ചെയ്യാത്ത ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ ഒരു കുട്ടിയാണ്. ദൈവം ഈ ഒരു മാലാഖ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് ആഗ്രഹിച്ച് നടക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്തത് ഞങ്ങളുടെ കുടുംബത്തെയാണ്, എന്നെയും എൻ്റെ ഭാര്യയെയുമാണ്. അതുകൊണ്ട് അതിനരുതെന്ന് പറയുവാൻ ഞങ്ങൾ ആരാണച്ചാ? സത്യത്തിൽ ഇന്ന് ഞങ്ങളെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഈ മാലാഖ കുഞ്ഞാണ്. ഒരു ദിവസം ജോലിക്ക് പോയിട്ട് തിരിച്ചു വരണമെന്നുള്ള ആഗ്രഹം ഉള്ളത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? വീട്ടിൽ വരണം, കുഞ്ഞിനെ ശുശ്രൂഷിക്കണം, കുഞ്ഞിനെ കുളിപ്പിക്കണം, അതിനാവശ്യമുള്ളത് കൊടുക്കണം. ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഈ ഒരു ചിന്ത മുഖേന ദൈവത്തിൻ്റെ ഓർമ്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നിരന്തരം കടന്നു വരുന്നു. സന്തോഷത്തോടു കൂടി ജീവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുന്നു. നോക്കണേ, ഒരു സഹനം, ആ ഒരു രോഗാവസ്ഥ, കുടുംബത്തിലെ ദുരന്തമെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിക്കുന്ന ആ ഒരു രോഗാവസ്ഥ എങ്ങനെയാണ് കുടുംബനാഥൻ എടുത്തതെന്ന്? സ്നേഹമുള്ളവരെ, ദൈവം എല്ലാം അറിയുന്നുണ്ട്. ഒരിക്കലും കരുതരുത് ദൈവം വിദൂരത്താണെന്ന്. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 23-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സമീപത്തായിരിക്കുമ്പോൾ മാത്രമല്ല വിദൂരത്തായിരിക്കുമ്പോഴും ഞാൻ നിങ്ങൾക്ക് ദൈവമല്ലേ. ഒരുപക്ഷെ ദൈവത്തിൻ്റെ അനുഭവം നമുക്ക് ഏറ്റവും നമ്മുടെ ജീവിതം സന്തോഷകരമായി പോകുമ്പോൾ നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകും. എന്നാൽ അപ്പോൾ മാത്രമല്ല, ദുഃഖങ്ങളിലും ദുരന്തങ്ങളിലും രോഗാവസ്ഥകളിലും ദൈവം കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ജോബിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ടല്ലോ, അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചു കെട്ടും, അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. വചനം അച്ഛൻ ആവർത്തിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വചനം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങളുടെ രോഗാവസ്ഥ തമ്പുരാന് സമർപ്പിച്ച് അത് അംഗീകരിക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അവിടുന്ന് മുറിവേൽപ്പിക്കും എന്നാൽ വച്ചു കെട്ടും, അവിടുന്ന് പ്രഹരിക്കും എന്നാൽ അവിടുത്തെ കരം സുഖപ്പെടുത്തും. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 33-ാം തിരുവചനത്തിൽ പ്രകാരം പറയുന്നുണ്ട്, അവിടുന്ന് ഒരിക്കലും മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. അവിടുന്ന് ഒരിക്കലും മനുഷ്യമക്കളെ പീഡിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യുന്നില്ല. സ്നേഹമുള്ളവരെ, രോഗികളില്ലാത്ത ഏതെങ്കിലും ദുരന്തങ്ങൾ സംഭവിച്ചിട്ടില്ലാത്ത ഒരു ഭവനം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ രോഗാവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെയോ എൻ്റെയോ കുടുംബത്തിൻ്റെ മാത്രമാണെന്ന് കരുതരുത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും രോഗാവസ്ഥയിലൂടെ, മാരകമോ ചെറിയതോ ആയ രോഗാവസ്ഥയിലൂടെ അവർ കടന്നുപോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ദൈവം അവരുടെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിലൂടെ ഈശോ പറഞ്ഞ അതേ വചനം ഒരിക്കൽ കൂടി ആവർത്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല ഇവൻ രോഗിയായത്, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇയാളിൽ പ്രകടമാകേണ്ടതിനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രോഗാവസ്ഥകൾ, നമ്മുടെ കുടുംബത്തിലൊരു പക്ഷേ വന്നു ചേർന്നിരിക്കുന്ന ദുരന്തങ്ങൾ എന്ന് മറ്റുള്ളവർ പറയുന്ന സഹനങ്ങൾ തമ്പുരാന് സമർപ്പിക്കാം. ഇത് ഏറ്റെടുക്കുവാനുള്ള, സ്വീകരിക്കുവാനുള്ള വലിയ കൃപ ദൈവമേ എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകണമേ. മാറാ രോഗികൾക്ക് വേണ്ടിയും നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. നല്ല തമ്പുരാനെ, ഈ തിരുവചന ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവരെയും അങ്ങ് ആശ്രയിച്ച് അനുഗ്രഹിക്കണമേ. കുടുംബത്തിലുള്ള രോഗാവസ്ഥകൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ. അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ സുഖപ്പെടുത്തണമേ. അല്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ അവർ ആ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതിലൂടെ ധാരാളം മക്കൾ അങ്ങിലേക്ക് തിരിയുവാനും ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനുമുള്ള കൃപ അവർക്ക് നൽകണമേ.
പരിശുദ്ധ ലാസ്ലേറ്റ് അമ്മേ, ലാസ്ലേറ്റ് മലയിൽ കണ്ണുനീർ തൂവി പ്രത്യക്ഷപ്പെട്ട അമ്മേ, എല്ലാ മക്കൾക്കും വേണ്ടി, പ്രത്യേകിച്ച് രോഗികൾക്ക് വേണ്ടി, ദുരന്തങ്ങളിൽ അകപ്പെട്ടവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ.